വാക്യം, 8, 9 വാക്യം. ആമേൻ. വചനം വ്യക്തമായി പറയുന്നു, വചനം കേട്ട് വിശ്വസിക്കുന്നു. ഒത്തിരി പേര് വചനം കേൾക്കുവാൻ കടന്നു വന്നു, കേട്ടോണ്ട് കാര്യമില്ല. വചനം നിനക്ക് വിശ്വസിക്കുവാൻ കഴിവുണ്ടെങ്കിൽ നീ സ്നാനപ്പെടണമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പൊ ഇവിടെയാണ് ദൈവജനത്തെ പിശാചായവൻ തകർത്ത് കളയുന്നത്. ആർക്കാണ് സ്നാനം കൊടുക്കേണ്ടത്? ശിശുക്കൾക്കാണോ? മുതിർന്ന ഒരു വ്യക്തിക്കാണോ സ്നാനം കൊടുക്കേണ്ടത്? അല്ലേ അല്ല. വചനം വളരെ വ്യക്തമായി സ്പഷ്ടമായി വിളിച്ചു പറയുന്നത്. കേട്ടിട്ടില്ല എന്ന് ആമീൻ ന്യായാസനത്തിന് മുൻപാകെ നിനക്ക് പറയുവാൻ കഴിയത്തില്ല. ഈ ശബ്ദം ഹല്ലേലൂയ ആമീൻ ഹല്ലേലൂയ അന്തരീക്ഷ മണ്ഡലത്തിൽ തങ്ങി നിൽക്കും. അത് വീണ്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്ത് നിന്നെ ആ നാളുകൾ കേൾപ്പിക്കുവാനിടയായിത്തീരും. ഒന്ന്, വിശ്വസിക്കണം. വചനം കേട്ട് വിശ്വസിക്കണം. വെറുതെ വിശ്വസിച്ചാൽ പോരാ, വചനം കേൾക്കുവാനുള്ള കഴിവുണ്ടാകണം. 2, വചനം സ്നാനപ്പെടുന്ന വ്യക്തിക്ക് വചനം കേട്ടാൽ മാത്രം പോരാ, അത് പൊരുൾ തിരിച്ചു തരുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ഉൾക്കാഴ്ച പ്രാപിച്ചവർ വേണം സ്നാനപ്പെടുവാൻ. 2, ഇതുവരെ നടന്നുപോയല്ല, ദൈവത്തിന് പരിശുദ്ധ ഒരു മാനസാന്തരം വരുത്തുന്നവർ വേണം സ്നാനപ്പെടുവാൻ. ദൈവിക യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തേതിൽ അടുത്ത പടിയായി നീ സ്നാനപ്പെട്ടേ മതിയാവുകയുള്ളൂ. 2 വയസ്സുകാരിയോ 3 വയസ്സാരിയോ 15 വയസ്സുകാരനോ ആയിക്കൊള്ളട്ടെ, വചനം കേട്ട് വിശ്വസിക്കുവാൻ കഴിയുന്നവർ മാത്രം സ്നാനപ്പെടാവൂ. അല്ല എങ്കിൽ ഇത് ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും ഹല്ലേലൂയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ജീവിതത്തിൽ കെട്ടായി മാറിത്തരും. വചനത്തിന് വിരുദ്ധമായി നീ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ ജീവിതത്തിൽ ബന്ധനമായി മാറും. പിന്നീട് അഴിക്കുവാൻ ഹല്ലേലൂയ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സത്യം ജനം ഉൾക്കൊള്ളട്ടെ. സത്യം നിന്നെ സ്വതന്ത്രരാക്കി അതിലൂടെ നടക്കുവാൻ ദൈവാത്മാവിൽ കൃപ പകർന്നു. അടുത്തതായി എന്താണ് എങ്ങനെയാണ് ബാപ്റ്റിസം എന്ന് വളരെ വ്യക്തമായി പറയുന്നു. വചനം പറയുന്നു ഹൗ ബാപ്റ്റിസം. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ആർക്കും മറുപക്ഷമില്ല എന്ന് എനിക്കറിയാം. ഒന്ന്, എന്താണ് സ്നാനമെന്നും എന്തിനാണ് സ്നാനമെന്നും വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിച്ചു കഴിഞ്ഞു. തുടർന്ന് ആർക്കാണ് സ്നാനമെന്നും പറഞ്ഞു. ഇനിയും എങ്ങനെയായിരിക്കണമെന്ന് സ്നാനമെന്നുമുണ്ട്. തളിക്കൽ ശുശ്രൂഷയാണോ? നിന്നെ വെള്ളത്തോട്ടെടുത്ത് ഇടുകയാണോ? അല്ല നിന്നെ കോരി ഒഴിക്കുകയാണോ? വചനം എല്ലാത്തിനും അതിൻ്റെതായ നിഷ്ഠയുണ്ട്, അതിൻ്റെതായ ഒരു സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റം അനുസരിക്കുന്നവർക്ക് ആ ജീവിതത്തിൻ്റെ അനുഗ്രഹം ഇരിക്കുന്നത്. ഹല്ലേലൂയ ആമീൻ. ഇത് വചനാടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതല്ല, എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം ഒന്നിനും കൊള്ളാതിരുന്നെന്നെ ഹല്ലേലൂയ 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 വചനം വിശ്വസിച്ച് സ്നാനപ്പെട്ട് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ രോഗസൗഖ്യം പ്രാപിപ്പാനിടയായി എന്ന് മാത്രമല്ല, അനേക രാജ്യങ്ങൾ, ഏകദേശം 12ഓളം രാജ്യങ്ങൾ കടന്നു പോകുവാൻ സ്വർഗം കൃപ തന്നു. ഞാൻ ഉദ്ദേശിക്കാത്തതിലപ്പുറമായ രീതിയിൽ ദൈവം എന്നെ വഴി നടത്തി. ഹല്ലേലൂയ ചെന്നെത്തുവാൻ ചവിട്ടുവാൻ യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിൽ ദൈവം എന്നെ ചവിട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ ഒന്നാമതായി നിർത്തുവാൻ ദൈവാത്മാവിന് കൃപ തോന്നിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിയറ്റ്നാമിന്റെ പ്രദേശത്ത് ഒരിക്കൽ കടന്നു ചെന്നപ്പോൾ ഹാലലൂയ ദൈവത്തെ സ്തുതിക്കുന്നു. ചൈനയുടെ പ്രദേശത്ത് ഒരിക്കൽ കടന്നു ചെന്നപ്പോൾ എനിക്ക് വളരെ സങ്കടപ്പെട്ടതുണ്ടായ ഒരു കാര്യമുണ്ട്. എൻ്റെ യേശു ആരെന്നറിയാത്ത ഒത്തിരി ജനവിഭാഗമുള്ള ഒരു രാജ്യമത്രേ വിയറ്റ്നാം. കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. ഹല്ലേലൂയ. അവർക്ക് ബുദ്ധന് മറ്റു അങ്ങനെയുള്ളതായ ചില ആരാധനാ രീതികളൊക്കെ ഉള്ളൂ. എൻ്റെ യേശു ആരെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യേശു വരാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവരാ. ഹല്ലേലൂയ. ഒരിക്കലെങ്കിലും എൻ്റെ യേശുവിന്റെ ശബ്ദം വചനം പറയുകയാണ്. അവസാനത്തെ ഉള്ള ഒരു വ്യക്തി എൻ്റെ യേശുവിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോൾ എൻ്റെ കർത്താവ് കടന്നു വരും. പിന്നെ താമസിക്കത്തില്ല കേട്ടോ. രാത്രി താമസിക്കുന്നതിന് കാരണം ആരോ 1 or 2 പേർ എൻ്റെ യേശുവിനെ അറിയാത്തതായിട്ടുണ്ട്. ഒരുപക്ഷെ അത് നീ ആയിരിക്കാം. ഈ ശബ്ദം കേൾക്കുന്ന നീ ഈ വ്യക്തി ആയിരിക്കാം. അല്ലാതെ ഇന്ന് രാത്രി തീരുമാനമിട്, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ. എൻ്റെ യേശു നിന്റെ ഉള്ളിൽ കടന്നു വന്നാൽ പിന്നെ രോഗത്തിനവിടെ സ്ഥാനമില്ല, മരണത്തിനവിടെ സ്ഥാനമില്ല, പ്രതികൂലത്തിനവിടെ സ്ഥാനമില്ല. എൻ്റെ യേശു സകലത്തിനും മതിയായതായ ഒരു ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എങ്ങനെയായിരിക്കണം സ്നാനമെന്ന് വളരെ വ്യക്തമായി പറയുന്നു. വചനം പറയുന്ന ഞാൻ പറയട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം, ജോൺ chapter 3 verse 23. എങ്ങനെയായിരിക്കണം സ്നാനം? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, പ്ലെന്റി ഓഫ് വാട്ടർ. ഇംഗ്ലീഷിലെ വാക്യം, ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ അവിടെ ധാരാളം വെള്ളം ഉണ്ടായിരുന്നു. വായിച്ചേട്ടതാ യോഹന്നാന്റെ സുവിശേഷം
ഐനോനിൽ അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒരു പള്ളിയുടെ പുറകിലുള്ള ഒരു ചെറിയ കൊട്ട പോലത്തെ ഒരു സ്ഥലത്തിനകത്ത് വെള്ളം കോരി ഒഴിച്ച് നിറച്ച് അതിനകത്തിരുത്തി അല്ല സ്നാനപ്പെടേണ്ടത്. ദൈവമക്കളെന്നോട് ക്ഷമിക്കണം, വചനം വളരെ വ്യക്തമായി പറയുന്നു, ധാരാളം വെള്ളമുള്ളിടത്ത് വേണം സ്നാനപ്പെടുവാൻ. അവിടെ ധാരാളം വെള്ളം. എൻ്റെ കൽപ്പനയല്ല, എൻ്റെ പ്രമാണമല്ല, വചനത്തിൻ്റെ പ്രമാണമാണ്. കാരണം നിന്നെ മുക്കി പൊക്കുവാനുള്ള വെള്ളം അതിൽ ഉണ്ടായെങ്കിൽ, ഹല്ലേലൂയ, നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മാനസാന്തരം ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിനെ ശിഷ്യനാകുവാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിന്നെ മുക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു വെള്ളം അവിടെ ഉണ്ടായിരിക്കണം. യെസ്. വായിച്ചാട്ടെ 23. വളരെ അവിടെ ധാരാളം വെള്ളമുണ്ടായിരുന്നു. മതി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. മത്തായി, മാത്യു ചാപ്റ്റർ 28 വേഴ്സ് 18. യേശു അടുത്തു എന്നിട്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. യേശു പ്രഖ്യാപിക്കുകയാണ്, അധികാരമുള്ളവനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ശ്രദ്ധിക്കണം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും, ഹല്ലേലൂയ, എൻ്റെ അമ്മയ്ക്ക് കൈമാറിയിട്ട് പോകുന്നതല്ല, അല്ല എൻ്റെ അമ്മയോട് കൂടെ അല്ല എനിക്കുമുണ്ട് എന്നല്ല, ദൈവം എനിക്ക് കൈമാറിയിരിക്കുകയാണ്. ജഗൽ പ്രവനരാജരകന. കാരണം യേശു മനുഷ്യനല്ലായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യന്റെ രൂപം പൂണ്ട മനുഷ്യൻ ദൈവപുത്രനായി ഇറങ്ങി വന്ന യേശു, കർത്താവിന്റെ മരണശേഷം അമേരിക്കയിലുള്ള ശാസ്ത്രജ്ഞന്മാർ ഈ പാറയ്ക്കകത്തേക്ക് ഇറങ്ങി വന്ന, വിള്ളലിലേക്ക് ഇറങ്ങി വന്ന രക്തം അവർ പരിശോധിച്ചപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്റർനെറ്റിനകത്ത് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അതിനകത്ത് എക്സ് ക്രോമസോം, വൈ ക്രോമസോം ഇല്ലായിരുന്നു. ഒരു മനുഷ്യൻ ആത്യന്തികമായി വേണ്ടുന്നത്, നീ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആത്യന്തികമായി വേണ്ടുന്ന ക്രോമസോമിന്റെ ശക്തി അല്ലെങ്കിൽ ക്രോമസോം എന്നൊരു സംഭവം അതിലില്ലായിരുന്നു. കാരണം ആദാമ്യ പാപം തൊട്ടു തിണ്ടിട്ടില്ലാത്ത മനുഷ്യന്റെ മ്ലേച്ഛത കലർപ്പില്ലാത്തതായ, ഹല്ലേലൂയ, ഒരു രക്തത്തിന് ഉടമയായിരുന്നു എൻ്റെ യേശു. കാരണം അവന്റെ രക്തം കടന്നു വന്നത് യോസഫിൽ നിന്നും മറിയയിൽ നിന്നും അല്ല, അത് കടന്നു വന്നത് യഹോവയാം തമ്പുരാന്റെ പുത്രനായി ആ ശരീരം, അത് രക്തം ജഡമായി രൂപാന്തരപ്പെട്ട, ഹല്ലേലൂയ, യേശുവായി 30-ാമത്തെ തിരുവയസ്സ് വരെ, ഹല്ലേലൂയ, ശാന്തമായി ജീവിച്ചിട്ട് 30-ാമത്തെ വയസ്സിൽ അവൻ സ്നാനപ്പെട്ട് പൊങ്ങിയപ്പോൾ പിതാവ് സ്വർഗം തുറന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുള്ള സ്വർഗത്തിന്റെ ദൂതിറങ്ങി. അടുത്ത 3.5 കൊല്ലം, ഹല്ലേലൂയ, അവൻ ചെയ്തതായ ചില പ്രവർത്തികളുടെ കാരണം, ഹല്ലേലൂയ, ലോകം മുഴുവൻ ശിക്ഷാവിധിയിൽ നിന്ന് രൂപാന്തരപ്പെടുവാൻ, ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ സ്വർഗത്തിന് കനിവ് തോന്നിയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അങ്ങനെ അധികാരമുള്ളവനായി അവൻ വിളിച്ചു പറയുകയാ. വായിച്ചാട്ടെ. ഹല്ലേലൂയ. എങ്ങനെയായിരിക്കണം സ്ഥാനം അറിയാമോ? പിതാവിന്റെ, പുത്രന്റെ, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വേണം സ്നാനപ്പെടുക. അത് കേൾക്കണം, ഉള്ളിൽ കേൾക്കണം, അല്ലെങ്കിൽ അത് സ്നാനമല്ല കേട്ടോ. ദൈവത്തെ സ്തുതിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ നാമത്തിൽ സ്നാനപ്പെട്ടെന്ന് സ്നാനാർത്ഥി കേൾക്കണം. എന്നാൽ മാത്രമേ അതൊരു സ്നാനമായി തീരത്തുള്ളൂ. ഒന്ന്, ധാരാളം വെള്ളം വേണം. ആ വെള്ളത്തിനകത്ത് നിന്നുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവൻ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി കേൾക്കണം, എങ്കിലേ അത് സ്നാനമായി തീരത്തുള്ളൂ. മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 13 to 16 വായിച്ചാട്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്യു ചാപ്റ്റർ 3 വേഴ്സ് 13 to 16. മത്തായിയുടെ പുസ്തകം, മത്തായി സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ സ്നാനം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ജോർദാൻ കര വന്നിരിക്കുകയാണ്. ഇപ്പൊ പോയാലും കാണാൻ കേട്ടോ, ഒരു നിമിഷം, ഇപ്പൊ പോയാലും കാണാൻ കേട്ടോ, ജോർദാനിൽ യേശു സ്നാനപ്പെട്ടതായ സ്ഥലം. ഹല്ലേലൂയ. ചുറ്റുമതിൽ കെട്ടി ഇട്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കും. ചരിത്രമായിട്ട് അവശേഷിക്കുകയാണ്. ഇതൊരു കെട്ടുകഥയല്ല. ഇതൊരു, ഹല്ലേലൂയ, ഒരു മതത്തിന്റെ പഠിപ്പിക്കലല്ല. മാനവരാശിയോട് ദൈവത്തിന്റെ ആലോചനയായി രാത്രികാലം വിളിച്ചു പറയുന്നത്, നീ മനുഷ്യനായി ഈ ലോകത്ത് ജന്മമെടുത്തുവെങ്കിൽ, നീ ഒരു ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, അത് ഹല്ലേലൂയ നസ്രയനായ യേശു എന്ന് വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ആ യേശു യോഹന്നാൻ സ്നാനത്തിന്റെ കീഴിൽ യോർദാനിലേക്ക് കടന്നു വരികയാ, വെള്ളത്തിൽ സ്നാനപ്പെടുവാൻ. ഒരു പാപമുണ്ടായിട്ടല്ല, അവന് പ്രതികൂലമുണ്ടായിട്ടല്ല. വായിക്കുമ്പോൾ മനസ്സിലാക്കി